Hello guys, I am Rahul. This is my YouTube channel Unknown Fact. ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതം. ഇതുവരെ ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പ്രഹേളികയാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? മരണശേഷം വേറെ ഒരു ലോകമുണ്ടോ? ഇതിനെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണ്. ലോകത്തുള്ള ഒട്ടുമിക്ക മതഗ്രന്ഥങ്ങളിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ കൂടാതെ ടിബറ്റൻ മതഗ്രന്ഥമായ ടിബറ്റൻ ബുക്ക് ഓഫ് ഡെഡ് എന്നീ മഹാഗ്രന്ഥങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ബുദ്ധമതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജീവിതത്തിൽ നല്ല വ്യക്തികളായി ജീവിച്ചവർ ദൈവങ്ങളായോ അർദ്ധ ദൈവങ്ങളായോ പുനർജനിക്കുമെന്നാണ്. എന്താണ് പുനർജന്മം? മരണശേഷം വീണ്ടും ജനിക്കുക. ഇനി ക്രിസ്തുമതത്തിലേക്ക് വരാം. ക്രിസ്തുമത വിശ്വാസം അനുസരിച്ച് ആത്മാവ് അനശ്വരമാണ്. ജീവിതത്തിൽ നല്ലത് ചെയ്തവൻ സ്വർഗത്തിലും അല്ലാത്തവൻ നരകത്തിലും പോകുന്നു. സ്വർഗം, നരകം എന്നീ കൺസെപ്റ്റ് ക്രിസ്തുമതത്തിൽ വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദുമതത്തിലും പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഹിന്ദുമത വിശ്വാസപ്രകാരം ഏതൊരു മനുഷ്യനും പുനർജന്മമുണ്ട്. കോടാനുകോടി തവണ മനുഷ്യൻ പുനർജനിക്കും. വീണ്ടും ഒരു മനുഷ്യജന്മത്തിന് മുൻപായി മൃഗമായോ സസ്യമായോ എന്തിന് കൃമിയായോ ഒക്കെ മനുഷ്യൻ പുനർജനിക്കും. മോക്ഷം നേടുന്നതിലൂടെ പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചനം നേടും എന്നാണ് ഹിന്ദുമതം പറയുന്നത്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന എന്ന ദാർശനിക കാവ്യത്തിൽ പുനർജന്മത്തെക്കുറിച്ച് ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി ഇസ്ലാം മതത്തിലേക്ക് വരാം. ഇസ്ലാം മതത്തിൽ മരണാനന്തര ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഖിയാമത്ത് നാൾ അഥവാ അന്ത്യനാൾ എന്നൊരു സങ്കല്പം ഇസ്ലാം മതത്തിലുണ്ട്. അന്ന് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോവുകയും ചെയ്യും. ഇസ്ലാം മതത്തിലും സ്വർഗം, നരകം എന്നിവയെക്കുറിച്ച് പറയപ്പെടുന്നു. ഒട്ടുമിക്ക മതങ്ങളിലും മരണാനന്തര ജീവിതം അഥവാ പുനർജന്മം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മതങ്ങൾ മനുഷ്യ സൃഷ്ടിയാണല്ലോ, അപ്പോൾ ഇതൊക്കെയും മനുഷ്യൻ്റെ സൃഷ്ടികളായിരിക്കാം. റെയ്മണ്ട് മൂഡിയുടെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന പുസ്തകം നിയർ ഡെത്ത് എക്സ്പീരിയൻസുകളെക്കുറിച്ച് പഠനം നടത്തിയ ആദ്യ പുസ്തകങ്ങളിൽ ഒന്നാണ്. മരണത്തിനടുത്തുപോയി തിരിച്ചു വന്നവരുടെ അനുഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നു. നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു പുസ്തകമാണ് ഏബൻ അലക്സാണ്ടറുടെ പ്രൂഫ് ഓഫ് ദ ഹെവൻ. ഇനിയും ധാരാളം പുസ്തകങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1907 ഡോക്ടർ ഡങ്കൺ മാങ്ഡുഗൽ നടത്തിയ പഠനത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞ് ഏകദേശം 21 ഗ്രാം ഭാരം മനുഷ്യരിൽ നിന്ന് കുറയുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് ആത്മാവിൻ്റെ ഭാരമെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇത് ശാസ്ത്രീയമല്ല എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും മരണാനന്തര ജീവിതം എന്നത് ഇനിയും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി തുടരുന്നു. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ എന്നറിയില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റായി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.